ഹായ് എവരിവൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള കോളേജുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റി പരിചയപ്പെട്ട് വരികയായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് കോളേജ് ആണെന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ കോളേജിന്റെ ഫീച്ചേഴ്സും കോളേജിലുള്ള പ്ലേസ്മെന്റ്സും അവിടെ എത്രയൊക്കെ സീറ്റുകൾ ഉണ്ടെങ്കിൽ എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കോളേജ് നമ്മുടെ കീം റാങ്കിനനുസരിച്ചുള്ള കോളേജ് നമുക്ക് ഏതാന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി എല്ലാ കോളേജുകളെ പറ്റിയും ഓരോ ഡിസ്ട്രിക്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബേസിക് സ്റ്റഡി നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള കോളേജാണ് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറം. ഓക്കെ, MES കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 1994 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുറ്റിപ്പുറത്താണ് കോളേജ് ഉള്ളത്. NB അക്രഡിറ്റഡ് ആണ്. NAC A ഗ്രേഡ് ഉണ്ട്. ISO സർട്ടിഫൈഡ് ആണ്. KTUവിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ഓക്കെ, ക്യാമ്പസ് നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെറ്റൊന്ന് കാണാൻ പറ്റുന്ന ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് തന്നെയാണ്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ് ഉണ്ട്. ഓക്കെ, 180 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 480 സീറ്റ് കോളേജിലുണ്ട്. ഓക്കെ, അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ഒന്നിൽ കീം, മാനേജ്മെന്റ് ആൻഡ് NRI ഫോട്ടോ വെച്ചിട്ടാണ് നമുക്ക് കയറാൻ പറ്റുക. ഓക്കെ, കട്ട് ഓഫ് ലാസ്റ്റ് കീം 2025 ലാസ്റ്റ് റാങ്ക് നോക്കാം. അതായത് സിവിൽ എഞ്ചിനീയറിംഗിന് സ്റ്റേറ്റ് മെറിറ്റ് പോയിട്ടുള്ളത് 38,765 ലാസ്റ്റ് റാങ്ക് പോയത്. ബാക്കിയുള്ളത് ഈവ മുസ്ലിം SC EWS ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 19,538 പോയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 27,960 പോയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 38,495. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 23,696. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 31,260. ഇത്രയും സീറ്റ്സ് ആണ്, മീൻസ് ഇത്രയാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിലാണ് ഈ കോളേജിൽ ബ്രാഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്, പ്രോബിലിറ്റി ഉള്ളത്. അതിൽ തന്നെ നമ്മൾ കാറ്റഗറി അനുസരിച്ച് എന്താണ് കുറച്ച് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, കൂടാതെ അവിടുത്തെ ഒരു ഫീസ് വരുന്നത് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 75,000 പെർ ഇയർ ആണ്. ഒരു വർഷം 75,000 ആണ് ആനുവൽ ട്യൂഷൻ ഫീ മാത്രം വരുന്നത്. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും നോക്കാം. ക്യാമ്പസ് ഏരിയ 34 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ഓഡിറ്റോറിയം, ഹോസ്റ്റല്, ഗസ്റ്റ് ഹൗസ്, ക്യാൻറ്റീൻ, കഫ്റ്റീരിയ, പ്ലേ ഗ്രൗണ്ട്, ജിംനേഷ്യം, ബാങ്ക്, മോസ്ക്, പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ഇതെല്ലാം ഉള്ള കോളേജാണ്. ഓക്കെ, കുറച്ച് ലബോറട്ടറീസിന്റെ ഫോട്ടോസ്. ഇലക്ട്രോണിക്സ് ആൻഡ് സർക്യൂട്ട് ലാബ്, ഫ്ലൂയിഡ് മെഷീനറി ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ് ആൻഡ് മെഷർമെന്റ് ലാബ്. കുറച്ച് ക്യാമ്പസ് ലബോറട്ടറീസിന്റെ എന്തുണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെന്റ് സമ്മറി. ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 7 LP ആണ്. 7 ലക്ഷം പെർ ആനത്തിനാണ് ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുള്ളത്. ആവറേജ് സാലറി 3.5 LP ആണ്. ടോപ്പ് റിക്രൂട്ടേഴ്സ് കൈരളി മാനേജ്മെന്റ് സർവീസ്, മാഗ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, CIE ഇന്ത്യ, മലബാർ ഗോൾഡ്, ക്യൂബെസ്റ്റ്, AILQ കമ്പനി, ഓക്കെ, സിൽവാൻ, സ്കോളാർ, സോഫ്ട്രോണിക്സ്, സദർലാൻഡ്, ടാറ്റ എലക്സി, TCS ഈ കമ്പനികളിൽ നിന്നൊക്കെ അവിടെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇൻക്യുബേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് സെൽസുകളുണ്ട്. കോളേജ് റൺസ് ഇന്നോവേഷൻ സെന്റേഴ്സ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് സെൽ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് ഐഡിയ ഇൻടു വെൽ പ്രൊഡക്റ്റ് സപ്പോർട്ട് ബൈ ഇവന്റ് ലൈക്ക് ഹാക്കത്തോൺ. പബ്ലിക്കേഷൻസ്, they publish the MES Journal of Technology and Management for sharing research findings and encourage faculty and students to publish in other journal. Departmental focus, department like CSE emphasizes cutting edge tech, AI and VR in labs, while triply focus on smart grid on EV and government supported skill development. Technical best even like MES Tech
features innovation expos, robotics competitions and technical displays, drawing large public participations. Industry collaboration. MES aim to be center for R&D through constant interaction with industries and business. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. സിലിസ്റ്റിയ 2025, ടോർക്ക് 18, സ്പാർസ് 22. അവിടെ നടന്നിട്ടുള്ള ഫെസ്റ്റിന്റെ ഒക്കെ എന്താണ് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഞാൻ വെച്ചിട്ടുള്ളതാണ്. മീൻസ് അവിടെ കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. സ്റ്റുഡന്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, മെട്രിക്സ് മീൻസ് അവിടുത്തെ ഏതെങ്കിലും ഇന്റേണൽ ക്ലബ്ബുകൾ ആവാനാണ് ചാൻസ്. NPTLന്റെ ലോക്കൽ ചാപ്റ്റർ അവിടെയാണ്. സ്പൈസ് AICT സ്കീം ഫോർ പ്രൊമോട്ടിംഗ് ഇൻട്രസ്റ്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് എത്തിക്സ് അമോങ് സ്റ്റുഡൻസ്. സ്പൈസസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. റിവ്യൂ. The college is awesome for its faculty and facilities with good campus placement. റിവ്യൂ നിങ്ങൾക്ക് നെറ്റിലുള്ള റിവ്യൂസ് ഒക്കെ നോക്കാം, ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കാം. ഓക്കെ. പിന്നെ MEC കുറ്റിപ്പുറം പ്ലേസ്മെന്റിനെ പറ്റിയും ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി കുറെ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത കോളേജ് നമുക്ക് നോക്കാം. MEA എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണ. MEA എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണ. ഇതും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2002 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. വെങ്ങൂർ പെരിന്തൽമണ്ണയാണ് ക്യാമ്പസ് വരുന്നത്. NBA അക്രഡിറ്റഡ്, NAC B+ ഗ്രേഡ്, ISO സർട്ടിഫൈഡ് കോളേജ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജ് തന്നെയാണ്. ഓക്കെ. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നല്ല ക്യാമ്പസ് ആണ് കാണാൻ. ഓക്കെ. അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് ഒരു 30 സീറ്റ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ITക്ക് ഒരു 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ഒരു 30 സീറ്റ്സ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ്സ് ആണ് MEA എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണയിലുള്ളത്. കീം വഴിയും മാനേജ്മെന്റ് വഴിയും NRI അഡ്മിഷൻ വഴിയും നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ 51,917 ആണ് ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം പോയത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോയത് 28,030 ആണ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് പോയത് 53,000 സംതിങ് ആണ്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ. ഇവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട് 30 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 63,857 സീറ്റ്സ് ആണ് പോയിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി പോയിട്ടുള്ളത് 43,964 ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 49,000 സംതിങ്ങിലാണ് പോയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് അത് പോയിട്ടുള്ളത് 44,573 ആണ്. ഓക്കെ. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റും ഉണ്ട്. കൂടാതെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് പോയിട്ടുള്ളത് 44,573 ആണ്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 31,000 സംതിങ് ആണ് സീറ്റ് പോയിട്ടുള്ളത്, മീൻസ് ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിന് കൂടുതലായിരിക്കും. യുവ സീറ്റും മുസ്ലിം സീറ്റും SC സീറ്റൊക്കെ ഉണ്ട്. മീൻസ് അതിൽ പോയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാറ്റഗറി വൈസ്. ഓക്കെ. ഫീസ് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. ക്യാമ്പസ് 25 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റിയിൽ ക്യാമ്പസിന്റെ ഏരിയ വരുന്നത് 25 ഏക്കർ ആണ്. ക്യാമ്പസിൽ മസ്ജിദ് ഉണ്ട്, ക്യാമ്പസ് ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, ഫിറ്റ്നസ് സെന്റർ, ട്രാൻസ്പോർട്ടേഷൻ, ലൈബ്രറി. ഓക്കെ. ലബോറട്ടറീസ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്, സിവിലിന്റെ ലാബാണ്. കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ് ഉണ്ട്, ഇലക്ട്രിക് ഡ്രൈവ്സ് ലാബ് ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്, ഡീപ് ലേണിംഗ്, ബിഗ് ഡാറ്റ ലാബ് ഉണ്ട്. ഓക്കെ. പ്ലേസ്മെന്റ് ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 2.5 ലക്ഷം പെർ ആനാണ് ആവറേജ് സാലറി. ടോപ്പ് റിക്രൂട്ടേഴ്സ് വരുന്നത് IBS, 6D ടെക്നോളജീസ്, സ്മാർട്ട് ഐഡിയാസ് ഡെലിവേർഡ്, VKC, മൈൻഡ്ട്രീ, വെർച്ചുസ, നെസ്റ്റ് ഡിജിറ്റൽ, ടെക്സീറ, ഇൻഫോസിസ്, ടൈലർ പെട്രോളിയം,
ഗസ്റ്റ് ഗ്ലോബൽ ശോഭ സിറ്റിന്റെ ശോഭ. Research innovation activities, student work on practical project including an autonomous pesticide robot, human activity detection, earthen constructions, 3D printer filament from plastic. MEA FOSS, free open source software cell, affiliated with ICF FOSS, Kerala government to promote open source tech. XORIT, an IT association organization, Tech Talk and event. Robotic Expo in partnership with the GTech, showcasing advanced robotics. IC Force Loroven, hosting the first Loroven ecosystem in Malappuram district. Research and innovation activities in the കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാണ്. അവിടെ ഫെസ്റ്റ് നടക്കാറുണ്ട്. എയ്ഡൻ്റെ റോബോ എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. ആനുവൽ ആർട്ട് ഫെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS, NPTEL ചാപ്റ്റർ അവിടെ ഉണ്ട്, MEILES. ഇതൊക്കെ അവിടുത്തെ എന്താണ് ലോക്കൽ ക്ലബ്സുകളാണ്, മീൻസ് കോളേജിന്റെ ഉള്ളിലുള്ള എന്താണ് ക്ലബ്ബുകളാണ്. ഇതൊക്കെ എല്ലാ കോളേജുകളിലുള്ള എല്ലാ ഓർഗനൈസേഷൻ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് IEDC, NSS. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് IEEE ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. റിവ്യൂ MEA കോളേജ് ഈസ് എ മെമ്മറബിൾ 4 year you can remember. A college was good in earlier times, but now the management remains outdated. 2 തരത്തിലുള്ള റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തേഞ്ഞിപ്പാലം, UCC കോളേജ്. 2001 എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് ടൈപ്പ് കോളേജ് ആണ് പറയുന്നത്. ഇത് ഗവൺമെന്റ് കോളേജ് അല്ല, ഡയറക്റ്റ് ഗവൺമെന്റ് കോളേജ് അല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ്. ഓക്കെ, ഇത് NBA അക്രഡിറ്റഡ് ആണ്, പക്ഷെ KTUവിന്റെ അണ്ടറിലല്ല. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള കോളേജാണ്. പക്ഷെ കീം എഴുതിയാലാണ് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുക. ഓക്കെ, കോളേജിന്റെ ഫോട്ടോഗ്രാഫ്. ഓക്കെ, ഈ കോളേജ് ചിലപ്പോൾ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കൂതറ സിനിമയിലില്ലേ, കൂതറ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പഠിക്കുന്ന കോളേജ് കാണിക്കുന്നത് ഈ കോളേജാണ്. BTech ബ്രാഞ്ച് ആൻഡ് ഇൻടേക്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 30 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. പ്രിന്റിംഗ് ടെക്നോളജി. ഓക്കെ, പ്രിന്റിംഗ് ടെക്നോളജി എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. പ്രിന്റിംഗ് ടെക്നോളജിക്ക് 30 സീറ്റ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന് 30 സീറ്റ്. ടോട്ടൽ 270 സീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ സിലബസ് ഒക്കെ KTUവിന്റെ ആയിരിക്കില്ല. ഇതിന്റെ സിലബസുകൾ മൊത്തം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സിലബസിലായിരിക്കും ഇവിടെ പഠിക്കേണ്ടി വരും. ഓക്കെ, അഡ്മിഷന് കീം വഴിയും NRI സീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് കാലിക്കറ്റ്, അത് പണ്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിരുന്നു. പക്ഷെ കാലിക്കറ്റ് KTU വന്നതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലായി കോളേജ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്ക് 28,690. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 35,681. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 66,822. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 67,221. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 45,000. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കേട്ടോ, ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും കൂടി പഠിക്കുന്നത് 45,762. ആൻഡ് പ്രിന്റിംഗ് ടെക്നോളജി 60,992. ഓക്കെ, ഫീസ് വരുന്നത് 42,970 ആണ് ആനുവൽ ട്യൂഷൻ ഫീ ആയിട്ട് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ 10 ഹെക്ടർ, അതായത് 25.17 ഏക്കർ. ലൈബ്രറി ഉണ്ട്, ഹോസ്റ്റൽ, ലാംഗ്വേജ് ലാബ്, കോൺഫറൻസ് റൂം, ഫോട്ടോസ് ഉണ്ട്. ലബോറട്ടറി ലാബ്, ഇലക്ട്രോണിക്സ് ലാബ്, മെക്കാനിക്കൽ ലാബ്, ഇലക്ട്രിക്കൽ ലാബ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി. ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 2 to 4 LPA എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് TCS, എമറാറ്റ്സ്, പ്രിന്റിംഗ് പ്രസ് ദുബായ്. പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ടായതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് പോയതായിരിക്കും. എമറാറ്റ്സ്, പ്രിന്റിംഗ് പ്രസ് ദുബായ്, UST ഗ്ലോബൽ, മലബാർ ഗ്രൂപ്പ്, ICT അക്കാദമി,
Peridian Technology, Axial, Monotech, System Limited, Planet Spark, NTL, Netlipart, Fabs Technology, Spiders, Sutherland. ഇതൊക്കെയാണ് ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കാണിക്കുന്നത്. അവിടെയുള്ള റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇന്നോവേഷൻ സെൽ IEDC സെൽ ഉണ്ട്, ഡയറക്ടർ ഓഫ് റിസർച്ച് DOR, കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി വൈഡ് റിസർച്ച്, ഗൈഡിംഗ് faculty and student, promoting scientific excellence, management research project and overseeing evaluation. Faculty development program FTPS, organize program like the ADAL FDP, artificial intelligence and machine learning, to enhance faculty skill in emerging technology as seen with the EEE department. Research focus aim for scholarly work leading to innovation, development and academic excellence across various engineering disciplines. Industry engagement, conduct consultancy service and job work, example laser cutting, motor winding, to bridge academia with industry needs. First, Diksha 2025 ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടന്നിട്ടുണ്ട്. ആർട്ടിവിസ്റ്റ 2024 ആർട്ടിവിസ്റ്റ് നടന്നിട്ടുണ്ട്. ദീക്ഷയിൽ തന്നെ പരിപാടിക്കൊക്കെ അത്യാവശ്യം നല്ല ഗബ്രിയും ഫേജും ഒക്കെ വന്നിട്ടുണ്ട്. മോട്ടോ ഷോ ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഫ്യൂവൽ ആൻഡ് ഫയർ ഓട്ടോ ഷോ. ഓക്കെ, സ്പെഷ്യൽ ഗസ്റ്റ് നൗഫൽ നാഫ്. ഓക്കെ, സ്റ്റുഡന്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് നോക്കാം. IEDC ഉണ്ട്, സ്റ്റുഡന്റ് യൂണിയൻ, NSS, I think this thing club, കോളേജ് ഏതെങ്കിലും ആയിരിക്കും. റിവ്യൂസ്, any college under Calicut, only college under Calicut University, good campus, all department in one block, good freedom, not much mission, feel the same as government college. Faculties used to change frequently but now somewhat stable. MTech graduates as professors. Involvement of political party, restrict the management of fees, hike and other question. Cultural fests are also conducted well by elected college unions. Student can also avail Calicut University facilities along with the provided by college like library, CU Wi-Fi പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സാധനങ്ങൾ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. ലൈബ്രറിക്ക് ഉപയോഗിക്കാം. ഗുഡ് കോളേജ് ആൻഡ് ക്യാമ്പസ് ലൈഫ്, ആവറേജ് ഫാക്കൽറ്റി, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നീഡ് ടു ഇംപ്രൂവ് വിത്ത് ദാറ്റ്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തത് EKC ടെക്നിക്കൽ ക്യാമ്പസ് മഞ്ചേരി. മഞ്ചേരിയിലുള്ള EKC ടെക്നിക്കൽ ക്യാമ്പസ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2013 എസ്റ്റാബ്ലിഷ് ആയത്. മലപ്പുറം മഞ്ചേരിയിലാണ്, ചെറുകുളം മഞ്ചേരിയിലാണ്. NAC അക്രഡിറ്റഡ് കോളേജ് ആണ്. KTUവിന്റെ അണ്ടറിലാണ് കോളേജ് വരുന്നത് കേട്ടോ. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്, EKC ക്യാമ്പസ്, ലേഡീസ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ കൊടുത്ത് വലിയ. ഓക്കെ, ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്. അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ്സ്. ആൻഡ് സേഫ്റ്റി ആൻഡ്, ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. സേഫ്റ്റി ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ കീം, മാനേജ്മെന്റ്, NRI വെച്ചിട്ട് കയറാം. ഓക്കെ, അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് പോയിട്ടുള്ളത് 66K 66,000 സംതിങ് ആണ് പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോയിട്ടുള്ളത് 51,856. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുള്ളത് 64,000. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് 64,000 പോയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് 67,000 പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം 64,727 പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 65,000 പോയിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടില്ല. ഒന്നല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആവാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആരും അഡ്മിഷൻ എടുക്കാത്തതാവാം. 2 കേസ് ഉണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തുണ്ടാവില്ല, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് അതിൽ കൊടുത്തിട്ടില്ല. ഫീസ് വരുന്നത് 75,000 പെർ ഇയർ ആണ് ഫീസ് വരുന്നത്.
ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 40 ഏക്കർ ക്യാമ്പസ് ആണ്. കോഫി ഷോപ്പ്, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്മാർട്ട് ക്ലാസ് റൂം, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഇന്റർനെറ്റ് ആൻഡ് വൈഫൈ, റേഡിയോ സ്റ്റേഷൻസ്, ലൈബ്രറി, ആംഫി തിയേറ്റർ, ഹോസ്റ്റൽ എല്ലാം ഉണ്ട്. ലബോറട്ടറീസ്, സർവേ ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ലാബ് ആൻഡ് മെക്കാനിക്കൽ ലാബ്. സമ്മറി, പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കാണിക്കുന്നില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കാണിക്കുന്നത് ഇൻഫോസിസ്, വിപ്രോ, L&T, TCS, CTS, സൺടെക്, HCL ടെക്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. IEDC സെൽ ഉണ്ട്. ഓക്കെ, ഓണ്ടർപ്രണർഷിപ്പിന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്തുണ്ട്, IEDC സെൽ ഉണ്ട്. റിസർച്ച് ആൻഡ് പ്രൊജക്ട് മോട്ടിവേറ്റ് ബോത്ത് എല്ലാവരെയും പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എന്തുണ്ട്, റിസർച്ച് ആൻഡ് പ്രൊജക്ട്സുകൾ നടക്കാറുണ്ട്. ടെക്നിക്കൽ ഇവന്റ്സ്, EKC ഫ്രീക്വൻലി ഓർഗനൈസ് വർക്ക്ഷോപ്പ്, സെമിനാർ, ഹക്കത്തോൺസ് ആൻഡ് ബൂട്ട് camps such as the robo camps covering AI and IoT and robotics. Okay, awards and recognition. Students have won award for innovation projects such as first prize at the medical hackathon for developing solution for healthcare challenges. Okay, in first അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. Industry collaboration, the campus collaborate with industry partner for internships, research and skill development, including tie with agencies like Kerala Startup Mission. Okay. Specialized labs, the campus maintain advanced laboratories including high performing computing centers to support technical research. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമസ്കാർ, ഫ്രഷേഴ്സ് പാർട്ടി, ഫ്രഷേഴ്സ് പാർട്ടിന്റെ ഫോട്ടോസ് ആണ്. ഓണം സെലിബ്രേഷൻ, നെക്സ്റ്റ് വൈബ്രേനിയം 5.0, അത്ലോൺ 2025, ആരോഹ 2025 ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. അവിടെയുള്ള ക്ലബുകൾ IIIC, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ സെൽ ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, നാച്ചുറൽ ക്ലബ്, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, റോബോട്ടിക്സ് ക്ലബ് ഒക്കെ ഉണ്ട്. അടുത്ത റിവ്യൂ അവർ കോളേജ് അറ്റ്മോസ്ഫിയർ ഈസ് പ്രസന്റ്. എറണാകുളം നോളജ് സിറ്റി ടെക്നിക്കൽ റിവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കുറ്റിപ്പുറം. കുറ്റിപ്പുറത്തുള്ള KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2014 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കുറ്റിപ്പുറത്താണ് വരുന്നത്. NBA അക്രഡിറ്റഡ് കോളേജ് ആണ്. K2ന്റെ അണ്ടറിലുള്ള കോളേജ് ആണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ബ്രാഞ്ചസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 120 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ്സ് ഉണ്ട്. ടോട്ടൽ 360 സീറ്റ്സ് ആണുള്ളത്. സ്കീം വഴിയും മാനേജ്മെന്റ് വഴിയും NRI കോട്ട വഴിയും കയറാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 55,664 ആണ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 67,147 ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നിട്ടുള്ളത് 66,069 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി എന്താണ് ഈ വർഷം തുടങ്ങുന്ന പുതിയ ബ്രാഞ്ച് ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ ലാസ്റ്റ് റാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഫീസ്, ആനുവൽ ഫീസ് പറയുന്നത് 1,02,330 ആണ്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ അവൈലബിൾ അല്ല. ലൈബ്രറീസ് ഉണ്ട്, ബസ് ഫെസിലിറ്റി, ജിം ഒക്കെ ഉണ്ട്. ലബോറട്ടറീസ്, ലാംഗ്വേജ് ലാബ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട്. ലാംഗ്വേജ് ലാബ് അല്ല, ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, KMCT ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്, KIC. ഓക്കെ, റിസർച്ച് ആൻഡ് പ്രൊജക്ട്സുകൾ നടക്കാറുണ്ട്. KIC എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് മോഡേൺ വർക്ക് സ്പേസ്, സപ്പോർട്ട് ഫോർ സ്റ്റാർട്ടപ്പ്, ഫ്രീലാൻസ് ആൻഡ് സ്റ്റുഡൻറ് ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഫോക്കസിംഗ് ഓൺ ഡിസ്കവറി, ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി ഓഫ് സൊല്യൂഷൻസ്. റിസർച്ച് ആൻഡ് ഫോർമൽ policy launched to strengthen research ecosystem, offering financial aid, mentorship and infrastructure for high quality socially relevant research. പിന്നെ IEDC സെൽ ഉണ്ട്. നോർമലി IEDC ഫെസ്റ്റുകളും സാധനങ്ങളും നടക്കാറുണ്ട്. ടെക്നിക്കൽ ക്ലബ്സും ഹക്കത്തോൺസുകളും ഉണ്ട്.
ആക്റ്റീവ് ക്ലബ്, ഇന്റർനാഷണൽ കോൺഫറൻസുകളും റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ഹാക്കത്തോൺ, ഇൻഡസ്ട്രി അക്കാദമി കൊളാബറേഷൻ ഉണ്ട്. ഓക്കെ, ഫോക്കസ് ഓൺ കണക്ടിങ് വിത്ത് ഇൻഡസ്ട്രി ടു കീപ് സ്റ്റുഡൻസ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ടെക് കൾച്ചറൽ ഫെസ്റ്റ് ആയിട്ടുള്ള കലീഡോ പാൻ KMCT കൾച്ചറൽ ഫെസ്റ്റ്, അതായത് എല്ലാ KMCT കുറെ KMCT കോളേജുകളുണ്ട്. ഈ KMCT കോളേജുകൾക്ക് ഒന്നായിട്ട് നടക്കുന്ന ഫെസ്റ്റ് ആണ് കലീഡോ. ഓക്കെ, IIIC ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ സെൽ ഉണ്ട്, IEDCന്റെ NSS ഉണ്ട്. ഓക്കെ, റിവ്യൂ നൈസ് ക്യാമ്പസ് ആൻഡ് ഗുഡ് അറ്റ്മോസ്ഫിയർ എന്നാണ് റിവ്യൂ കൊടുത്തിട്ടുള്ളത്. അടുത്തത് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വളാഞ്ചേരി. ഇത് CCV, അതായത് ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2012 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് പണ്ട് ഈ കോളേജിന്റെ പേര് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നല്ലായിരുന്നു, കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിപ്പോ എന്താണ്, വേറെ മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ട് പേര് മാറിയ കോളേജാണ് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതാണ് 2012 പഴയ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, കോളേജ് സെയിം ആണ്, എന്ത് മാറിയിട്ടുള്ളൂ, മാനേജ്മെന്റ് മാറിയ കോളേജാണ്. അക്രേഷൻസ് ഒന്നുമില്ല, KTUവിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്, ബ്രാഞ്ചസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 30 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിൽ 30 സീറ്റ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 180 സീറ്റ്സ് ആണുള്ളത്. സ്കീമും മാനേജ്മെന്റും NRIയും വെച്ച് കയറാൻ പറ്റും. അവിടുത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 67,453 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 65,923. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 59,049. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി എന്താണ്, പുതിയ ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. എന്തില്ല, ലാസ്റ്റ് റാങ്ക് ഒന്നും കാണുന്നില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഒന്നല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒന്നായിരിക്കാനാണ് ചാൻസ്. ഓക്കെ, ആനുവൽ ട്യൂഷൻ ഫീസ് പെർ ഇയർ കൊടുത്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ക്യാമ്പസ് ഏരിയ അറിയില്ല. ഹോസ്റ്റൽ, ലൈബ്രറി, ലബോറട്ടറി, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻസ്, ട്രാൻസ്പോർട്ട്, ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട്. ലബോറട്ടറീസിന്റെ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. പ്ലേസ്മെന്റ് സമ്മറി കിട്ടിയിട്ടില്ല. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസിനെ പറ്റി നമുക്കൊരു കിട്ടിയില്ല. അടുത്ത ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, ഡേ ഫെസ്റ്റ്, ഫ്രഷേഴ്സ് ഡേ പാർട്ടീസ് നടക്കുന്നതിന് 2-3 ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ IEDC സെല്ലും NSSഉം ഉണ്ട്. ആൻഡ് റിവ്യൂ ഓഫ് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫാർമസി സയൻസ് complete their course without any backlog. If students are back, then they are not eligible for placements. An average college for financially unstable students. Okay, റിവ്യൂ നോക്കാം. അടുത്തത് വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വഴിയൂര്, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മലപ്പുറം വഴിയൂരാണ് ക്യാമ്പസ് വരുന്നത്. NBA അക്രഡിറ്റ് കോളേജ് ആണ്. ഓക്കെ, ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്സ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. ടോട്ടൽ 150 സീറ്റ്സ് ആണുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ് NRI ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് റാങ്ക് ഇല്ല, ഒന്നല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 61,457 പോയിട്ടുള്ളത്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 59,976 റാങ്ക് പോയിട്ടുള്ളത് കേട്ടോ, ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് കൊടുത്തിട്ടില്ല, ഡാറ്റ അവൈലബിൾ അല്ല, ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ തവണ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആയിരിക്കും, പുതിയതായിട്ട് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രാഞ്ച് ആയിരിക്കും. ഫീസ് കൊടുത്തിട്ടില്ല. 12 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ഹോസ്റ്റല്, കോളേജ് ബസ്, ജിമ്മ്, സ്പോർട്സ്, മെഡിക്കൽ അസിസ്റ്റൻസ് സെന്റർ ഉണ്ട്.
കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, വർക്ക്ഷോപ്പ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ്, ഇലക്ട്രിക്കൽ ലാബുകളുണ്ട്. പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 3 LP ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 2024 JBR എഞ്ചിനീയറിംഗ് ഡെവലപ്പേഴ്സ് ക്യൂ സ്പൈഡർ ക്യാമ്പസ് ഡിസൈൻ കുറച്ച് കമ്പനികൾ വന്ന് കൊടുത്തിട്ടുണ്ട്. 2023 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കമ്പനിയിലാണ് ഇത്ര പെർസെൻറ്റേജ് കയറിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഗ്രാഫ് കോളേജ് കൊടുത്തതാണ്. അവിടെ വരുന്ന കമ്പനികൾ ടോപ്പ് റിക്രൂട്ടേഴ്സ് വിപ്രോ ഉണ്ട്, ഇ ക്രാഫ്റ്റ്, സിബ്രോസ്, സൈബ്രോസ്, ഇൽഫോടെക്, IBS, ഫോർസിയ സർവീസ്, കോഡിലാർ, ACC സിമെന്റ്സ്. Research and innovation activities, dedicated R&D. The institute as a research and development center as a core part of its function. Faculty research and representation. Faculty member present papers at international conference focusing on area like AI and IoT and smart system. Patent. Faculty have filed for patent for innovation ideas including AI-based smart antennas and flood catastrophe alert. Notes. Vedavasa Institute of Technology websites. Clubs. They host a group like the Mozilla College Club for open source project. Programs. Partnership with the Google Cloud and Red Hat provides students with industry recognized training and certifications. Hackathons and fest. They organize technical fest like Synos and participate in event like Mapathon Kerala. Industry collaboration, partnership with entities like Red Team, Hacker Academy, Cybersecurity, and ISDC enhanced skill development. Specialized labs and training. They offer workshop training and utilize labs focusing on emerging tech to keep teaching relevant. The ഫെസ്റ്റുകളെ പറ്റി ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അവിടെ സ്റ്റുഡൻറ് ലൈഫ് ആൻഡ് ക്ലബ് IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, ഫോട്ടോഗ്രാഫി ക്ലബ്, ആർട്സ് ക്ലബ്, ഡാൻസ് ക്ലബ്, കൾച്ചറൽ ക്ലബ്, നടനം ആണ് ആനുവൽ ഫെസ്റ്റിന്റെ പേര്, എക്കോ ക്ലബ്. റിവ്യൂ കൊടുത്തിട്ടുള്ളത് ആവറേജ് ക്യാമ്പസ് ലൈഫ്, ഗുഡ് ടീച്ചിങ് ആൻഡ് ഇറ്റ് ഇസ് ആൻ ആവറേജ് കോളേജ്. ഓക്കെ, റിവ്യൂ നിങ്ങൾ നോക്കുക. അടുത്തത് KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് അങ്ങാടിപ്പുറം. 2023 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മലപ്പുറം അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ വരുന്ന കോളേജാണ്. NBA അക്രഡിറ്റഡ് കോളേജാണെന്നാണ് പറയുന്നത്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്. കോളേജിലുള്ള ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 60 സീറ്റ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്സ് ഉണ്ട്. ടോട്ടൽ 270 സീറ്റ്സ് ഉണ്ട്. സ്കീം വഴിയും മാനേജ്മെന്റ് വഴിയും NRI വഴിയും അഡ്മിഷൻസ് എടുക്കാം. അത് പുതിയ കോളേജാണ്, അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളൊന്നുമില്ല. ഓക്കെ, കോളേജിനെ പറ്റി അത്ര ഡീറ്റെയിൽസേ ഉള്ളൂ, പുതിയ കോളേജ് ആയതുകൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ വരുന്ന കോളേജുകൾ. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നമ്മളിപ്പോ 8 എഞ്ചിനീയറിംഗ് കോളേജുകളെ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ തവണ നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള കോളേജുകൾ ഡിസ്കസ് ചെയ്തു. കാസർഗോഡ് ഉള്ളതും കണ്ണൂരുള്ളതും വയനാടുള്ള കോളേജുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്താണ് ബാക്കിയുള്ള ജില്ലകളിലെ കോളേജുകളും കൂടി അടുത്ത സെഷനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ റാങ്ക് നോക്കുക, നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ച് നോക്കുക, നല്ല കോളേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് കോളേജിന്റെ റിവ്യൂസും സാധനങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ 4 കൊല്ലം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.